ഹായ്, വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി ഈവനിങ് സ്നാക്കാട്ടോ നമ്മുടെ ചാറ്റ്. നമ്മളെ മാഗി ഇല്ലേ, ഇതാ 2 മിനിറ്റ് ഈസി മാഗി നൂഡിൽസ്. ഇത് വെച്ചുകൊണ്ട് ഒരു അടിപൊളി ചാറ്റാണ് ഉണ്ടാക്കുന്നത്. മാഗി ബേൽപൂരി ഉണ്ടാക്കല്ലേ, അത് തന്നെ. ഓക്കെ, പെട്ടെന്ന് കഴിയും. മാക്സിമം പോയാൽ 5 മിനിറ്റ് അത്രേ വേണ്ടൂ. നല്ല കിഡു ടേസ്റ്റാണ്. വൈകുന്നേരം കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ. ഇപ്പം എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നമ്മൾ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഉള്ള 2 മാഗിൻ്റെ 2 മിനിറ്റ്സ് നൂഡിൽസ് ആട്ടോ എടുത്തത്. നമ്മുടെ ബേൽ ഉണ്ടാക്കാൻ ചാറ്റ് ബേൽപൂരി ഇല്ലേ, അതാണ് നമ്മൾ നൂഡിൽ ബേൽ ഉണ്ടാക്കുന്നത് കേട്ടോ. മാഗിയുടെ ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. പൊടിച്ചിട്ട് നമുക്കൊരു സോസ് പാനിലേക്ക് ചട്ടിയിലേക്ക് ഇടാം. എന്നിട്ട് ഈ ഇതുപോലെ കൂടിക്കിടക്കുന്നൊക്കെ കൈ വെച്ചിട്ട് നന്നായി പൊടിക്കണം കേട്ടോ. ഏകദേശം എല്ലാം ഒരേ സൈസിലേക്ക് ആക്കാൻ ശ്രമിക്കണം കേട്ടോ. അല്ലാതെ ചിലത് പെട്ടെന്ന് കരിഞ്ഞു, ചിലത് വേവാതെ ആയിപ്പോവും. നമ്മളിതൊന്ന് നന്നായി വറുത്തെടുക്കുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ ഇത്തിരി ഓയിൽ ഒഴിക്കാൻ പോവാണ്. ഒരു 1 ടേബിൾ സ്പൂണ് ഓയിൽ, റിഫൈൻഡ് ചെയ്ത ഓയിലാണെങ്കിലും ഒഴിക്കാതെ സൺഫ്ലവർ ഓയിലാണ്. എന്നിട്ട് ഞാൻ തീ ഓൺ ചെയ്തിട്ട് ഈ എണ്ണയിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായി ഒരു ഗോൾഡൻ ബ്രൗൺ ആവുകയോളം വറുത്തെടുക്കാൻ പോവുകയാണ്. ഇതൊരു പെട്ടെന്ന് തന്നെ ആവും. 2-2.5 മിനിറ്റ് കൊണ്ട് ഇത് ആ ഒരു ഗോൾഡൻ കളറിലേക്ക് മാറും കേട്ടോ. അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ആ മാഗിയിലൊരു പാക്കറ്റ് ഉണ്ടാവില്ല, അതിലുള്ള മസാല, അത് വേണ്ട കേട്ടോ. അത് ഇല്ല. ഏകദേശം ആയി വരുന്നുണ്ട്. ഒന്നുകൂടി ഒരു 4 സെക്കൻഡ് കൂടി ഒന്നുകൂടി ഇളക്കിയാൽ നമുക്ക് ആവും. ഓക്കെ, നമ്മളിതെല്ലാം നല്ല ക്രിസ്പിയായി നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നല്ല തീ ഒന്ന് ജസ്റ്റ് കൂട്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂണ് വെള്ളം ഒരു കുഴി പോലെ ഉണ്ടാക്കി അതിലേക്ക് ഒഴിക്കുന്നു. തീ ഓഫ് ചെയ്യുന്നു, സ്പോട്ടിൽ അടിച്ചു വെക്കുന്നു. ഓക്കെ, എന്നിട്ട് ഒരു 2 മിനിറ്റ് അങ്ങനെ തന്നെ വേവിക്കുന്നു കേട്ടോ. തീ ഓഫ് ചെയ്തു. ഇനി ഇതൊരു 2 മിനിറ്റ് അങ്ങനെ തന്നെ. അപ്പം നല്ലൊരു എല്ലാം ഏതെങ്കിലും വേവാതെ ഉണ്ടെങ്കിൽ അതൊക്കെ വെന്ത് ക്രിസ്പി ആയതൊക്കെ ആ ക്രിസ്പി മാറൊന്നുമില്ല, അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ മൂടി തുറന്നു. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വേവാത്തുള്ളതൊക്കെ നല്ലോണം വെന്ത് നല്ല ഒരു ക്രഞ്ചി ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ വെള്ളത്തിൻ്റെ അംശം അപ്പവും തോന്നുകയാണെങ്കിൽ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 30 സെക്കൻഡ് കൂടി ഒന്ന് ഇതുപോലെ നന്നായി വഴറ്റിക്കുകയാണ്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടി പിടിച്ചു വരുത്. വെള്ളം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, ഇല്ലേ കുഴപ്പമൊന്നുമില്ല, നല്ല ഇതുപോലെ സൗണ്ട് കേട്ടോ. അതുപോലെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ നമ്മളെ കുക്കിങ്. ഇനി ജസ്റ്റ് നമ്മളെ കുറച്ച് തക്കാളി, ഉള്ളി, നമ്മളെ ചാറ്റിലുള്ള സാധനങ്ങളൊക്കെ മിക്സായാൽ ഇത് റെഡി ആയിട്ടോ. അതിന് ഞാനിതാ ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായി കുഞ്ഞതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു വലിയ തക്കാളി, ചെറിയ തക്കാളിയാണ് 2 എടുത്തോളൂ, അത് ഉള്ളി അരിഞ്ഞ പോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളക്, ഒറ്റ പച്ചമുളക് മതിയേ, പിന്നെ ഒരു ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ ഇഷ്ടത്തിനനുസരിച്ച് മല്ലിയില, നമ്മൾ വറ്റൽമുളക് ചതച്ചത്, ഇത് ഇപ്പോൾ 1/2 ടീസ്പൂണാണ്. കുട്ടികളൊക്കെ ആണെങ്കിൽ 1/4 ടീസ്പൂൺ ആയാലും മതി. ഇനി കൂടുതൽ വേണേൽ 1 ടീസ്പൂണോളം അതും വേണേ ഇടാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും നോക്കിയിട്ട് ചേർക്കട്ടോ. അപ്പോൾ ഒത്തിരി ഞാൻ 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ട്. ഇനി പിന്നെ ഇതിൻ്റെ ബാലൻസ് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്. ഇത്രയേ ഉള്ളൂ. ഇനി നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ഡിഷ് ഇവിടെ റെഡിയാണ്. ഇത്രേ പണിയുള്ളൂ. ഇത് നല്ല ക്രിസ്പിയാണ്. നിങ്ങൾ കഴിക്കുമ്പോൾ മാത്രമേ ഈ തക്കാളി ഉള്ളിയൊക്കെ മിക്സ് ചെയ്യാവൂ. ഇതാ കണ്ടോ, ഇത് ഈ ഉള്ളി കൂട്ടില്ലേ തക്കാളിയൊക്കെ, ഇത് നിങ്ങൾ കഴിക്കുമ്പോൾ മിക്സ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഇത് തണുത്തു. നല്ല അടിപൊളി ടേസ്റ്റാണ്, സിമ്പിളാണ്. വൈകുന്നേരമൊക്കെ കുട്ടികൾക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയാണ്. നൂഡിൽസൊക്കെ കഴിച്ച് അതിൻ്റെ ഒരു വെറൈറ്റി നമ്മൾ നൂഡിൽസ് കൊണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.